ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് നമ്മുടെ വിൻ്റർ സീസൺ ആണല്ലോ. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ വിൻ്റർ ഒന്നുമില്ല, പക്ഷേ എങ്കിൽ എന്നെ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് കാനഡ, US തുടങ്ങി ഓസ്ട്രേലിയ, അതുപോലെ ന്യൂസിലൻഡ്, അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണല്ലോ. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇന്ന് പിന്നെ നമ്മൾ ഈ വിൻ്റർ സീസണിൽ നമുക്ക് വിൻ്റർ ഫ്രണ്ട്ലി ഒരു നട്ട് കേട്ടോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ പീനട്ടാണ്, നമ്മുടെ കപ്പലണ്ടി, സ്വന്തം കപ്പലണ്ടി. ഈ കപ്പലണ്ടി മാത്രമല്ല, നമുക്ക് ആൽമണ്ട് അതുപോലെ വാൾനട്ടൊക്കെ കഴിക്കാം. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് ഈ നമ്മൾ ഈ വിൻ്റർ സീസണിൽ പീനട്ട് കഴിച്ചാലുള്ള നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും ഉണ്ടാവുന്ന ഗുണങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും. കാരണം എന്താണെന്നോ, എല്ലാ നട്ട്സിനേക്കാളും വില കുറഞ്ഞതാണ് പീനട്ട് അല്ലേ. പീനട്ട് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ്. നമുക്കത് ഫ്രഷായിട്ട് നമുക്കത് വറുത്തെടുക്കാം. പിന്നെ തൊണ്ടുള്ളത് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാം കൊണ്ടും ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പീനട്ട്, കപ്പലണ്ടി അല്ലേ. അതുകൊണ്ട് കപ്പലണ്ടി നിങ്ങളെല്ലാവരും ഈ സമയത്ത് കഴിക്കണം. ഒരു പിടി കേട്ടോ, അധികമൊന്നും കഴിക്കരുത്. ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ട് കുറേ വാരിത്തിന്ന അത് പ്രശ്നമാവും. ഒരു പിടി എല്ലാ ദിവസവും നമ്മൾ ഈ വിൻ്റർ സീസണിൽ കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ഗുണം പറയട്ടെ. ആദ്യത്തെ ഗുണം, ഈ വിൻ്റർ സീസൺ ആകുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നോ, എല്ലാവരും ഇങ്ങനെ വിൻ്റർ ക്ലോത്തൊക്കെ ഇട്ട് കുറേ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് വിശപ്പ് കൂടും. പൊതുവെ അങ്ങനെയാണ്, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഉള്ളൊരു വിശപ്പ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി നമ്മുടെ വിശപ്പിനെ മാറ്റും. കാരണം ധാരാളം പ്രോട്ടീനുണ്ട്, അതുപോലെ ഹെൽത്തി ഫാറ്റാണ്, പിന്നെ പോളി അൺസാച്ചുറേറ്റ് ഫാറ്റ് തുടങ്ങി മോണോ സാച്ചുറേറ്റ് ഫാറ്റ് തുടങ്ങി ഒത്തിരി ഹെൽത്തി ഫാറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്, പിന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശപ്പിനെ മാറ്റുന്നതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വിൻ്റർ ക്ലോത്തൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പിന്നെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നതിനും എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിനും ഇതിൽ ഏറ്റവും നമുക്ക് ഉള്ളൊരു ഹാപ്പി ഹോർമോൺ സിറാട്ടോണിൻ എന്നും പറഞ്ഞൊരു ഹാപ്പി ഹോർമോൺ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പിന്നെ ഹാപ്പി ഹോർമോൺ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൂഡ് നമുക്ക് ആ മൂഡൊക്കെ ശരിയാവുന്നതിനും നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതിനും ആവശ്യമായ ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ രണ്ടാമതായിട്ട് സിറാട്ടോണിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് പിന്നെ പീനട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത്, ഈ തണുപ്പ് കാലത്ത് നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ, തണുപ്പ് വരുമ്പോൾ ചില അലർജി, തുമ്മൽ, ചീറ്റല്, അതുപോലെ കോൾഡ്, ചെറിയ പനി, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, നമുക്ക് ഇങ്ങനെ അലർജി രോഗങ്ങൾ വരുന്ന സമയമാണ് ഈ വിൻ്റർ സീസൺ അല്ലേ. അപ്പം നമ്മൾ കപ്പലണ്ടി ഇതുപോലെ ഒരു പിടി വെച്ച് ദിവസം കഴിക്കുകയാണെങ്കിൽ ഇതിൽ ധാരാളം വൈറ്റമിൻ പിന്നെ ഉണ്ട്, C ഉണ്ട്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്ത് ഗുണമാണെന്ന് ആലോചിക്കണം. ഒരു പിടി കപ്പലിൻ്റെ നിന്നാൽ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡ്രൈനെസ് ഉണ്ടല്ലോ, ഈ വിൻ്റർ സീസണിൽ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് നന്നായിട്ടുണ്ട്. ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ കുറയുന്നതിനും സ്കിന്നൊക്കെ നല്ല ഭംഗിയാവുന്നതിനും, ഭംഗി മീൻസ് ആ ഡ്രൈനസ്, മോയ്സ്ചറൈസർ, ഈർപ്പം നിലനിർത്തുന്നതിനും ഹെൽപ്പ് ചെയ്യും. പിന്നെ സൺ ഡാമേജ് ഇപ്പോൾ പുറം രാജ്യങ്ങളിലുള്ളവർക്ക് വലിയ സണ്ണൊന്നുമില്ല ഈ സമയത്ത്, മിക്കവാറും തണുപ്പാണെങ്കിലും നമുക്ക് സൺ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സ്കിന്നിൽ നമുക്ക് സൺ ഡാമേജ് വരാതിരിക്കാനും ഇങ്ങനെ UV റേസിനെ തടയുന്നതിനും വൈറ്റമിൻ E അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ C ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും. സ്കിന്നിലെ ഡ്രൈനെസ് പോകുന്നതിനും സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും കറുത്ത പാടുകൾ പോകുന്നതിന് വൈറ്റമിൻ K ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഈ കറുത്ത പാടുകളൊക്കെ ഈ സമയങ്ങളിൽ വരാതിരിക്കുന്നതിനും സ്കിന്നിൻ്റെ ഡ്രൈനെസ് പോകുന്നതിനും സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിനും
ഏറ്റവും നല്ലതാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, കപ്പലണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ്, കാരണം സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ പിന്നെ ഏജിങ് പ്രോസസ്സ് നമ്മുടെ ലക്ഷണങ്ങളുണ്ടല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. ഓക്കെ. ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കും ഇനി കപ്പലണ്ടി എന്നും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊളസ്ട്രോൾ വരും, ഹാർട്ടിൻ്റെ പ്രശ്നം വരും. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതൊന്നും വരാതിരിക്കാനുള്ള നല്ല ഹെൽത്തി ഫാറ്റാണ് അടങ്ങിയിരിക്കുന്നത്. ധാരാളം ഫൈബറുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം, ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവർക്കും കഴിക്കാം. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ സീസണിൽ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് ഒരു പിടി കപ്പലണ്ടി നമ്മുടെ കയ്യിൽ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഗുണങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ വിൻ്റർ സീസണിൽ കപ്പലണ്ടി വാങ്ങി കഴിക്കണം. അപ്പം നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വിൻ്റർ സീസണൊന്നും ഇല്ല അല്ലേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ നിങ്ങളെ കൊതിപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാം ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ പറമ്പിലൊക്കെ ചവറൊക്കെ കൂട്ടി തീ കായും രാവിലെ. അത്രയ്ക്ക് തണുപ്പാണ്. ഇന്ന് പിള്ളേർക്ക് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര അതിശയമാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ കേരളം എല്ലാവർക്കും അറിയാലോ, ചിറാപ്പുഞ്ചി, എന്നും മഴയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റൊക്കെ മാറി. എങ്കിലും ചില ദിവസം നമുക്ക് നേരം വെളുക്കാറാകുമ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഈ മഴ കാരണം കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. അപ്പം നമുക്കും കഴിക്കാട്ടോ. നമുക്കും ഒരു പിടി കപ്പലണ്ടി എല്ലാവർക്കും ഒരു നേരം കഴിക്കാൻ. വൈകിട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു പിടി, അധികമൊന്നും വേണ്ട, ഇത് അധികം കഴിക്കരുത് കേട്ടോ. നമ്മൾ എന്ത് ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോഴും ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് എപ്പോഴും മിതമായിട്ടേ കഴിക്കാവൂ കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ ഫേസ് പാക്ക് ആണെങ്കിലും അതൊന്നും എന്നും ഇടേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ മതി. ഒരിക്കലും നമ്മുടെ ആ സ്കിന്നിനും അതുപോലുള്ള നമ്മൾ കൂടുതലായിട്ട് അവർക്ക് ജോലി കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കപ്പലണ്ടി കഴിക്കുകയാണെങ്കിലും നമുക്ക് ഒരു പിടി കഴിക്കാം. ഓക്കെ, എല്ലാ ദിവസവും കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. പിന്നെ നമുക്ക് ക്രിസ്മസ് വരെയാണ് അല്ലേ. ക്രിസ്മസ് നമ്മുടെ നാടാകെ അടിയും ബഹളമൊക്കെ ആണെങ്കിലും നമുക്കൊരു ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. എല്ലാവരും സ്റ്റാറൊക്കെ തൂക്കി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി എന്നെ കേൾക്കുന്ന എല്ലാവരും അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ആകും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലേ. നമ്മുടെ മക്കൾക്കാണെങ്കിലും ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ കൊടുക്കണം. ആരൊപ്പം മടിഞ്ഞിരിക്കരുത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കണം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെ ആശംസകൾ. ന്യൂ ഇയറിൻ്റെ ഇപ്പോൾ വേണോ ഇരിക്കട്ടെ, ന്യൂ ഇയറിൻ്റെ ആശംസകൾ എല്ലാവർക്കും തരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനമുള്ള ഒരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ എന്നെ വാച്ച് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.